തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ പെരിഞ്ഞനത്തും കൈപ്പമംഗലത്തും നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. പെരിഞ്ഞനം പടിഞ്ഞാറ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ബൈപ്പാസ് റോഡിന് സമീപമാണ് കനത്ത വെള്ളക്കെട്ടുള്ളത്. രാത്രിയിലെ മഴയിൽ 10ഓളം വീടുകളാണ് വെള്ളക്കെട്ടിലായത്. വെള്ളം ഒഴുകിപ്പോയിരുന്ന കൽവർട്ട് ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് നികത്തിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം MLAയും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ദേശീയപാത അധികൃതരെ വിളിച്ചുവരുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥിരം സംവിധാനം ഒരുക്കുമെന്നും ദേശീയപാത അധികൃതർ ഉറപ്പു നൽകിയിരുന്നതാണ്. കൈപ്പമംഗലം പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് വെള്ളക്കെട്ടുള്ളത്. ദേശീയപാതയുടെ 3 പീടിക ബൈപ്പാസ് കടന്നുപോകുന്ന സേവന അംഗൻവാടി മനക്കപ്പാടം പരിസരത്താണ് കാര്യമായ വെള്ളക്കെട്ടുള്ളത്. പല വീടുകൾക്ക് മുന്നിലും വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് പരാതി ഉയർന്നതോടെ ബൈപ്പാസിന് കുറുകെ 2 കാനകൾ പണിതിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് ഇനിയും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്നലെ പെയ്തപ്പോഴത്തിന് ഈ രൂപത്തിൽ ഇങ്ങനെ ആയത് അറിയാം. എന്താ ചെയ്യുക? കുഞ്ഞുമക്കളൊക്കെ കാണുന്നത് അയച്ചാളൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ആകനെ വലയുന്നു. ഒന്ന് അങ്ങോട്ട് പോവാനാണ്, പീടിയെ പോവാനോ പുറത്തേക്ക് ഇറങ്ങാനോ പറ്റാത്ത രൂപത്തിൽ. ഇവിടെ പറയും 3 അടി വഴി വരെ പുഴയാണ് കാണുന്നത്. ഉമ്മറം കണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്.